ഇരുന്ന എങ്ങനെ ശരിയാവും? അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാവും? എന്തൊക്കെയായിരുന്നു ഇവിടെ ഉള്ളവരെ തമ്മിലടിപ്പിക്കുന്നു, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ നേട്ടം ഉണ്ടാവാൻ പോകുന്നു. ഇപ്പൊ എന്തായി? അതിന് ഈ ജോബി ഒരു നന്മരാവുന്ന ആരും വിചാരിച്ച. അവൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ലവനായി മാറിയെന്ന എനിക്കും അതാ മനസ്സിലാവാത്തത്. അവനിങ്ങനെ ദൈവവിളിയൊന്നും. ആ, പിശാചിന്റെ മക്കൾക്കാണല്ലോ ദൈവവിളിയൊക്കെ ഉണ്ടാവുന്നത്. അതൊരു സെൽഫ് ഗോളാണ് കേട്ടോ. അതായത് ജോബി പിശാചിന്റെ മോനെന്ന് പറയുമ്പോ ജോബിയുടെ അപ്പൻ മേടത്തിന്റെ ആങ്ങള. അപ്പൊ അതായത് ജോബിയുടെ അപ്പൻ പിശാചാണെങ്കിൽ മേടം പിശാചിന്. മതിയടാ മതി, കിട്ടുന്ന ഒരു ചാൻസും വിട്ട് കളയരുത്. എനിക്കിട്ട് കുത്തിക്കോണം. അല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞു. ഓ, നീ കുറെ പൊതുവായിട്ട് പറയും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും. ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ, എന്നാ ശരിക്കും ആലോചിക്കും. എന്താണ് മുഖത്തൊരു കള്ളലക്ഷണം? കള്ളത്തരം എന്റെ മുഖത്തോ? അറ്റോമിക്ക് വെറുതെ തോന്നേ. അങ്ങനെ വെറുതെ തോന്നുന്ന ഒരാളല്ല ഞാൻ. കാര്യം പറ. അങ്ങനെയല്ല, ഇനിയിപ്പൊ ടോമി എടുത്ത് സംസാരിക്കുമ്പോ ഒക്കെ സൂക്ഷിച്ചു കണ്ട് സംസാരിച്ചില്ലെങ്കിൽ പണി എനിക്ക് മാത്രല്ല ടോമിക്ക് കിട്ടും. മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? അത് പിന്നെ നമ്മുടെ മേരിവാടൻ കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ചെന്ന് കുടഞ്ഞായിരുന്നു. എന്തിന്? മീനും ടോമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്നൊക്കെ ചോദിക്കാൻ എന്നെ പിടിച്ച് കുടഞ്ഞത്. ഓ, എന്നിട്ട് രേഷ്മ എന്ത് പറഞ്ഞു? അയ്യോ, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്നാ ഞാൻ പറഞ്ഞത്. ആഹാ, ഇനി അങ്ങനെ അല്ലാതെ പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ആ തള്ള എന്ത് ചെയ്യുന്നു ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പൊ മേരിവാടത്തിന് ടോമിക്ക് പേടിയില്ലേ? ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ആ, അതൊരു പോയിന്റ് ആണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ആണല്ലോ. അപ്പൊ രേഷ്മ ഇനി ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആ മേരുതള്ള ഇനി വിളിച്ച് ചോദിച്ചാൽ അങ്ങ് കട്ടയ്ക്ക് നിന്നാ മതി. അതെങ്ങനെ നിൽക്കും? അതായത് രേഷ്മയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിനാണ് ശമ്പളം തരുന്നത്, അല്ലാതെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കുന്നതിനല്ല എന്ന എപ്പോ ചോദിച്ചാലും അങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞു. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ? ഇപ്പോഴൊരു സമാധാനം. ഇത് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. ടോമി, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ വെക്കണമെന്ന്? ഉപദേശം നടത്തുന്നതിന് മുന്നേ ആദ്യം ഉപദേശി നന്നാവണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിവിടെ പ്രാവർത്തികമാകുന്ന എനിക്കൊരു വിശ്വാസമില്ല. എന്താ മോളെ, നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? എന്തിന്? ഇപ്പോഴൊരു സമാധാനമായത്. സ്ത്രീവർഗത്തിന് എന്തായാലും നീ നാണക്കേട് ഉണ്ടാക്കിയില്ലല്ലോ, അതോർത്ത് എനിക്ക് അഭിമാനമുണ്ട്. എന്തായാലും ഞാൻ എന്റെ ടേബിളിൽ സെല്ലേക്ക് പോട്ടെ. പിന്നെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയെന്ന് വെറുതെ പ്രാക്കൊന്നും മേടിച്ചു വെക്കണ്ടല്ലോ. ശരി എന്നാ. കോഫി കുടിക്കാൻ വന്നാണ്. ഓ, ടീ നല്ലതാണ്, ഊർജ്ജസ്വലതയ്ക്ക് നല്ലതാണ്. ഇതിപ്പോ ഞാൻ എന്തോന്ന് ചോദിക്കും? ഞാനെന്ത് പറയും? ഇവിടെ ഇറങ്ങി ഓടിയല്ല. വേണ്ട, അത് ഭയങ്കര നാണക്കേടാവും. ഒന്നും മിണ്ടാതെ നിൽക്കാം. അത് ഭയങ്കര ഇൻസൾട്ടാവും. എന്ത് പറയും? ഹലോ. ഹലോ. സുഖമാണോ? സുഖം. അവിടെ സുഖമാണോ? ഇവിടെ സുഖമാണ്. അറിഞ്ഞത് സന്തോഷം. എനിക്കും സന്തോഷം. ചോദിക്കാമോ? എന്തെങ്കിലും പറയാതിരുന്ന ഇതെങ്ങനെ മുമ്പോട്ട് പോകും? എന്നെ ഇഷ്ടമാണോ? അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കണേ. അതുകൊണ്ടാണല്ലോ ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് ഒന്നിച്ച് തീരുമാനിക്കണം. അങ്ങനെ ഒന്നിച്ച് തീരുമാനിക്കണമെങ്കിൽ ഇതുപോലെ മടിയില്ലാതെ നമ്മൾ സംസാരിക്കണം. ഞാൻ റെഡിയാ. എന്നാ ഞാൻ റെഡി. കുറെ ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടണം.
അതിന് നല്ല ഐഡിയ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല മികച്ച ഉത്തരം. നിന്റെ ചോദ്യത്തിന് പറ്റിയ ഉത്തരവേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ എന്റെ നെഞ്ചത്തേക്ക് കയറും, അപ്പൊ പിന്നെ എല്ലാം എളുപ്പമായല്ലേ. അതല്ലടാ, നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാ മതിയോ? എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിലേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയെ. എന്റെ പൊന്നു വീട് അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇതില് വേഗം തന്നെ ചെയ്യണമെന്ന്. ഒരു നല്ലൊരു ഐഡിയ ശരിയാവുന്നില്ല. ഇത്രയും ഉരുട്ടുകുത്തുള്ള മേടത്തിന് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ എന്റെ കാര്യം ആലോചിച്ചേക്ക്. മതിയടാ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുക എനിക്കിട്ട് കുത്താനായിട്ട്. എന്റെ പൊന്നു വേണം, ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. വേണ്ട, എനിക്ക് നല്ല പോലെ അറിയാം എല്ലാത്തിനെയും. എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുക എല്ലാണോ? നീയും അത് തന്നെ. എനിക്കിട്ട് പണിയാൻ ഒരു അവസരം കിട്ടിയാൽ നീയും പണിയും. മേഡം കറുത്താണ് നിരക്കാത്ത വർത്താനം പറയുന്നത് കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ മേഡത്തിനോട് എല്ലാ കാര്യത്തിലും കൂട്ടുന്നവനെ, എന്നിട്ടിപ്പോ അവസാനം എന്റെ നെഞ്ചത്തേക്ക് കയറിയില്ലേ. ശരി വിടറാ, ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞു. എന്നാലും ഇറ്റ് ഹേർട്സ് മേഡം, ഇറ്റ് ഹേർട്സ്. ശരിടാ, ഒരു നല്ല ഐഡിയയും വരുന്നില്ലല്ലോ. മേഡം ഇരിക്കടാ, ഞാൻ പറഞ്ഞങ്ങ് തിരിച്ചെടുത്ത്. മേഡം ലാസറിന് ഇരിക്കത്തില്ല. അതെന്താടാ, നിന്റെ ഇരിക്കുന്ന സ്ഥലത്തിന് വല്ല കുഴപ്പമുണ്ട്? എനിക്ക് എന്ത് കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടാകാൻ പോകുന്നേ ജോമിക്കും ടോമിക്കുവാ. എന്താടാ നീ അങ്ങനെ പറഞ്ഞു? മേഡം ജോമിയെയും ടോമിയെയും തെറ്റിക്കാൻ എന്റെ കയ്യിൽ ഒരു കിടിലിന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിടിലിന് ഐഡിയ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു തട്ടുപൊളിപ്പൊരു ഐഡിയ.